നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടെസ്ലയ്ക്ക് കനത്ത തിരിച്ചടി. ഓട്ടോ പൈലറ്റ് ഡ്രൈവർ അസിസ്റ്റന്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഓടിച്ച ടെസ്ല കാർ അപകടത്തിൽ ഇരയായവർക്ക് ടെസ്ല കമ്പനി $200 മില്യൺ നഷ്ടപരിഹാരം നൽകാൻ മിയാമിലെ ഫെഡറൽ ജൂറി ഉത്തരവ്. യുഎസിലെ തൊഴിൽ വളർച്ച ജൂലൈയിൽ തളർന്ന അവസ്ഥയിൽ. കണക്ക് പുറത്തുവിട്ടതിന് തൊഴിൽ സ്ഥിതി വിവര കണക്കുകളുടെ ചുമതലയുള്ള മുതിർന്ന ഫെഡറൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയെ ഡൊണാൾഡ് ട്രംപ് പുറത്താക്കി. അയർലൻഡിൽ ഇന്ത്യൻ പൗരന്മാർക്കെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾക്കെതിരെ പൗരന്മാർ സുരക്ഷ ഉറപ്പാക്കി ജാഗ്രത പുലർത്തണമെന്ന് ഡബ്ലിന്റെ ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ്. റഷ്യക്കെതിരെ ആണവ ആക്രമണം നടത്താൻ തയ്യാറാണെന്ന ഭീഷണിയുമായി ആണവശേഷിയുള്ള അന്തർവാഹിനികളെ ഉചിതമായ പ്രദേശങ്ങളിൽ വിന്യസിച്ച ഡൊണാൾഡ് ട്രംപ് പ്രകോപനം റഷ്യയുടെ മുൻ പ്രസിഡന്റും റഷ്യയുടെ മുൻ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനുമായ ദിമിത്രി മെദ്വദേവിന്റെ ഭീഷണി ട്വീറ്റിനെ തുടർന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആവർത്തിച്ച് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി. യൂറോ രൂപ വിനിമയ നിരക്ക് 100 കടന്നതോടെ ആഗോള വിപണിയിൽ യൂറോ അജയനായി തുടരുമെന്ന് സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനങ്ങൾ. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ഉപാധികളോടെ ജാമ്യം. ബിലാസ്പൂർ NIA കോടതിയാണ് സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരി എന്നിവർക്ക് 50,000 രൂപയുടെ 2 ആൾജാമ്യത്തിൽ ജാമ്യം അനുവദിച്ചത്. വാർത്തകൾ വിശദമായി. ഓട്ടോ പൈലറ്റ് ഡ്രൈവർ അസിസ്റ്റന്റ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഓടിച്ച ടെസ്ല കാർ അപകടത്തിൽ ഇരയായവർക്ക് $200 മില്യൺ നഷ്ടപരിഹാരം നൽകാൻ മിയാമിലെ ഫെഡറൽ ജൂറി ടെസ്ലയോട് ഉത്തരവിട്ടു. അപകടത്തിൽപ്പെട്ടവർക്ക് $129 മില്യൺ നഷ്ടപരിഹാരം നൽകാൻ ജൂറി ഉത്തരവിട്ടിട്ടുണ്ട്. അതിൽ ടെസ്ല 33% നഷ്ടപരിഹാരവും കൂടാതെ $200 മില്യൺ ശിക്ഷ നഷ്ടപരിഹാരവും ബെനാവിഡ്സ് ലിയോണിന്റെയും അങ്കുലോയുടെയും കുടുംബക്കാർക്ക് നൽകേണ്ടി വരും. വെള്ളിയാഴ്ചത്തെ വിധി എലോൺ മസ്കിന്റെ സുരക്ഷയെക്കുറിച്ചുള്ള ടെസ്ലയുടെ പ്രശസ്തിക്ക് ഒരു തിരിച്ചടിയാണ്. ടെസ്ലയുടെ സാങ്കേതിക വിദ്യ പരാജയപ്പെട്ടതായും എല്ലാ കുറ്റവും ഒരു അശ്രദ്ധനായ ഡ്രൈവറുടെ മേൽ ചുമത്താൻ കഴിയില്ലെന്നും മിയാമിലെ ഫെഡറൽ ജൂറി വിധിച്ചു. 22-കാരിയായ ബെനാവിഡ്സ് ലിയോണിന്റെ മരണത്തിനും കാമുകൻ അങ്കുലോയ്ക്കും പരിക്കേൽക്കുന്നതിനും കാരണമായ അപകടത്തിന് ടെസ്ല 33% ഉത്തരവാദിയാണെന്നും ജൂറി കണ്ടെത്തി. ബാക്കി കുറ്റം ഡ്രൈവർ ജോൺ ബ്രയാൻ മഗ്ഗിയുടെ മേൽ ചുമത്തി. കഴിഞ്ഞ വേനൽക്കാലത്ത് യുഎസിലെ തൊഴിൽ വളർച്ച സ്തംഭിച്ചതായി കണക്കുകൾ വെളിപ്പെടുത്തിയതിന് പിന്നാലെ തൊഴിൽ സ്ഥിതി വിവര കണക്കുകളുടെ ചുമതലയുള്ള ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സിലെ മുതിർന്ന ഫെഡറൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥയെ ഡൊണാൾഡ് ട്രംപ് പുറത്താക്കി. കമല ഹാരിസിന്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നതിനായി കഴിഞ്ഞ വർഷം തെരഞ്ഞെടുപ്പിന് മുമ്പ് തൊഴിൽ സ്ഥിതി വിവര കണക്ക് കമ്മീഷണറായ എറിക് മക്ഫെറിന്റെ തൊഴിൽ കണക്കുകൾ വ്യാജമായി പുറത്തുവിട്ടതായി എന്ന് US പ്രസിഡന്റ് അവകാശപ്പെട്ടു. നിലവിൽ കഴിഞ്ഞ ജൂലൈയിൽ യുഎസിലെ തൊഴിൽ വളർച്ച സ്തംഭിച്ചതായും കണക്കുകൾ പുറത്തുവന്നിരുന്നു. ഇതാണ് ട്രംപിനെ പ്രകോപിപ്പിച്ചത്. റിപ്പബ്ലിക്കന്മാരെയും തന്നെയും മോശമായി കാണിക്കാൻ ഇന്നത്തെ തൊഴിൽ നമ്പറുകൾ കൃത്യമായി സൃഷ്ടിച്ചു എന്നാണ് ട്രംപിന്റെ ആരോപണം. എൻഡാഫർ ബൈഡന്റെ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണെന്നും അവർക്ക് പകരം കൂടുതൽ കഴിവുള്ളതും യോഗ്യതയുള്ളതുമായ ഒരാളെ നിയമിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ബ്യൂറോ ഓഫ് ലേബർ സ്റ്റാറ്റിസ്റ്റിക്സ് അവരെ പിരിച്ചുവിട്ടതായും സ്ഥിരീകരിച്ചു. ഏജൻസിയുടെ ഡെപ്യൂട്ടി കമ്മീഷണറായ വില്യം വിയോഡ്സ്കിയുടെ ആക്ടിംഗ് കമ്മീഷണറായി പ്രവർത്തിക്കും. യുഎസിലെ വളർച്ച കുറഞ്ഞ പുതിയ തൊഴിൽ റിപ്പോർട്ട് വിശദീകരിക്കാൻ അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥർ ബുദ്ധിമുട്ടുന്നതിനിടെയാണ് ട്രംപിന്റെ പെട്ടെന്നുള്ള പ്രഖ്യാപനം. ജൂലൈയിൽ തൊഴിൽ വളർച്ച പ്രതീക്ഷകൾ നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, മെയ്-ജൂൺ മാസങ്ങളിൽ മുൻ കണക്കുകൾ ഗണ്യമായി കുറയുകയും ചെയ്തു. അയർലൻഡിൽ ഇന്ത്യൻ പൗരന്മാർക്കെതിരെ വർദ്ധിച്ചു വരുന്ന അതിക്രമങ്ങൾക്കെതിരെ പൗരന്മാർ സുരക്ഷ ഉറപ്പാക്കി ജാഗ്രത പുലർത്തണമെന്ന് ഡബ്ലിനിലെ ഇന്ത്യൻ എംബസി മുന്നറിയിപ്പ് നൽകി. അയർലൻഡിലുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാരും തങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ന്യായമായ മുൻകരുതലുകൾ കൈക്കൊള്ളണമെന്നും എംബസി ആവശ്യപ്പെട്ടു. ആളൊഴിഞ്ഞ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിലും അസമയങ്ങളിലുള്ള യാത്ര ഇന്ത്യക്കാർ ഒഴിവാക്കണം. ഏതെങ്കിലും വിഷയങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഇന്ത്യൻ എംബസിയെ അറിയിക്കണം. 0899423734 എന്ന സെൽ നമ്പറിലോ cons.dublin@mea.gov.in എന്ന ഇമെയിൽ വിവരങ്ങൾ അറിയിക്കണമെന്നും പൗരന്മാരോട് ഇന്ത്യൻ എംബസി അഭ്യർത്ഥിച്ചു. ഇന്ത്യൻ വംശജർക്കെതിരെ അയർലൻഡിൽ വംശീയ ആക്രമണം തുടരുന്നതിനെ അപലപിച്ച് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അയർലൻഡ് ആക്രമികൾക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്ന് അയർലൻഡ് അധികൃതരോട് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് അയർലൻഡ് പ്രസിഡന്റ് ലിംഗ വിൻസ്റ്റാർ മാത്യു ആവശ്യപ്പെട്ടു. ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പൗരന്മാർ ആ നിർദ്ദേശങ്ങൾ പിന്തുടരണമെന്നും പൗരന്മാർക്കെതിരായ ക്രൂരമർദ്ദനങ്ങൾക്കെതിരെ ഇന്ത്യൻ സർക്കാർ കടുത്ത നടപടി കൈക്കൊള്ളണമെന്നും ലിംഗ വിൻസ്റ്റാർ മാത്യു ആവശ്യപ്പെട്ടു. ഇന്ത്യൻ വംശജനായ സംരംഭകനും സീനിയർ ഡാറ്റ സയന്റിസ്റ്റുമായ സന്തോഷ് യാദവിനെ കഴിഞ്ഞയാഴ്ച ഡബ്ലിൻ വെച്ച് ഒരു കൂട്ടം കൗമാരക്കാർ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിന് പിന്നാലെയാണ് മുന്നറിയിപ്പ്.
റഷ്യക്കെതിരെ ആണവ ആക്രമണം നടത്താൻ തയ്യാറാണെന്ന ഭീഷണിയുമായി ആണവശേഷിയുള്ള അന്തർവാഹിനികളെ ഉചിതമായ പ്രദേശങ്ങളിൽ വിന്യസിച്ചിട്ടുണ്ട് എന്ന് ഡൊണാൾഡ് ട്രംപ്. റഷ്യയുടെ മുൻ പ്രസിഡന്റും റഷ്യയുടെ സുരക്ഷാ കൗൺസിലിന്റെ ഡെപ്യൂട്ടി ചെയർമാനുമായ ദിമിത്രി മെദ്വദേവിന്റെ ഭീഷണി ട്വീറ്റിന് മറുപടിയായാണ് US നീക്കം. മെദ്വദേവിന്റെ വളരെ പ്രകോപനപരമായ പ്രസ്താവനകൾ കാരണം ആണവ അന്തർവാഹിനികൾ മേഖലയിൽ പുനഃസ്ഥാപിക്കാൻ തീരുമാനിച്ചതായും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ എഴുതി. റഷ്യയ്ക്ക് ഉപരോധം ഏർപ്പെടുത്തണമെന്ന ട്രംപിന്റെ ഭീഷണിയും അടുത്തിടെ നൽകിയ അന്ത്യശാസനവും ഒരു ഭീഷണിയും യുദ്ധത്തിലേക്കുള്ള ഒരു ചുവടുവെപ്പും ആണെന്നും മെദ്വേദേവ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനോട് നേരിട്ട് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ആവർത്തിച്ച് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കി. നേതാക്കളുടെ തലത്തിൽ ഏത് സമയത്തും ചർച്ചകൾക്ക് ഉക്രൈൻ തയ്യാറാണെന്നും സെലൻസ്കി പ്രതികരിച്ചു. ഉക്രൈനിൽ ശാശ്വതവും സുസ്ഥിരവുമായ സമാധാനം ആഗ്രഹിക്കുന്നുവെന്നും വ്ളാഡിമിർ പുടിൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ അത് നേടിയെടുക്കുന്നതിനായി ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാണെന്ന സൂചന പുടിൻ നൽകിയിട്ടില്ല. റഷ്യയിൽ നിന്ന് വരുന്ന പ്രസ്താവനകൾ യുദ്ധം അന്തസ്സോടെ അവസാനിപ്പിക്കുവാനും യഥാർത്ഥത്തിൽ നിലനിൽക്കുന്ന സമാധാനം സ്ഥാപിക്കുവാനുമുള്ള യഥാർത്ഥ സന്നദ്ധതയുടെ സൂചനകളാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നേതാക്കളുടെ തലത്തിൽ കൂടിക്കാഴ്ച നടത്താനുള്ള സന്നദ്ധത ഉക്രൈൻ മുന്നോട്ട് വെക്കുന്നു എന്നാണ് സെലൻസ്കിയുടെ നിലപാട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആവശ്യപ്പെട്ട പ്രസ്താവനകളിൽ നിന്നും സാങ്കേതിക തലത്തിലുള്ള മീറ്റിംഗുകളിൽ നിന്നും ഇരു രാഷ്ട്ര നേതാക്കൾ തമ്മിലുള്ള ചർച്ചകളിലേക്ക് മാറാനുള്ള നിർദ്ദേശം ഉക്രൈൻ പിന്തുണയ്ക്കുകയായിരുന്നു. സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രവർത്തനത്തിന് സെലൻസ്കി പ്രത്യേകം നന്ദി പറഞ്ഞു. യൂറോ രൂപ വിനിമയ നിരക്ക് 100 കടന്നതോടെ ആഗോള വിപണിയിൽ യൂറോ അജേയനായി തുടരുമെന്ന് സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനങ്ങൾ. ജൂലൈയിൽ 101.19 എന്ന എക്കാലത്തെയും ഉയർന്ന നിരക്കിലെത്തിയ യൂറോ ഈ വർഷം മുഴുവൻ 100-ൽ തുടരുമെന്നാണ് പ്രവചനം. ഡോളർ ദുർബലമായതും ആഗോള നിക്ഷേപ വികാരത്തിൽ മാറ്റങ്ങളുമെല്ലാം യൂറോയ്ക്ക് അനുകൂലമാണ്. അതിനാൽ രൂപ യൂറോ വിനിമയ നിരക്ക് 100-ലോ അതിനു മുകളിലോ നിലനിൽക്കുമെന്ന് വിവിധ സാമ്പത്തിക പ്രവചനങ്ങൾ വെളിപ്പെടുത്തുന്നു. ഡിസംബറോടെ യൂറോ വില ശരാശരി 105.58-ലെത്തുമെന്നും പ്രവചനങ്ങൾ വ്യക്തമാക്കുന്നു. യൂറോപ്പിലെ അമേരിക്കയുടെ ഏറ്റവും ഉയർന്ന താരിഫ് 39% ലഭിച്ചതിന്റെ ഞെട്ടലിലാണ് സ്വിറ്റ്സർലൻഡ്. രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും മോശം സാഹചര്യത്തെക്കാൾ മോശമാണ്. ആഗോളതലത്തിൽ ബ്രസീൽ, സിറിയ, ലാവോസ്, മ്യാൻമാർ എന്നിവയ്ക്ക് പിന്നിൽ 5ാമത്തെ ഏറ്റവും ഉയർന്ന നിരക്കാണ് പ്രസിഡന്റ് ട്രംപ് സ്വിറ്റ്സർലൻഡിന് ചുമത്തിയത്. 1515-ൽ മാരിഗ്നാനോ യുദ്ധത്തിൽ ഫ്രാൻസ് വിജയിച്ചതിനു ശേഷം രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ പരാജയമാണ് ഇതെന്ന് ബ്ലിക്ക് എന്ന ഒരു പത്രം ഇതിനെ വിശേഷിപ്പിച്ചത്. അയർലൻഡിലേക്ക് അഭയാർത്ഥികളുടെ വേഷത്തിൽ പാകിസ്ഥാനികളുടെ കുത്തൊഴുക്കെന്ന് കണ്ടെത്തൽ. ഇതോടെ അയർലൻഡ് സർക്കാരിന് പാക് നുഴഞ്ഞുകയറ്റം തീരാ തലവേദനയായി മാറിയിരിക്കുന്നു. ഓരോ വർഷവും 3000-ഓളം പാകിസ്ഥാനികളാണ് അയർലൻഡിൽ അഭയാർത്ഥികളായി നുഴഞ്ഞു കയറുന്നത്. ഇതോടെ അന്താരാഷ്ട്ര സംരക്ഷണ അപേക്ഷകളിൽ വേഗത്തിൽ തീരുമാനമെടുക്കുമെന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ പാകിസ്ഥാനെയും അയർലൻഡ് ഉൾപ്പെടുത്തി. മന്ത്രി ജിം ഒ കല്ലങ്കനാണ് ഇക്കാര്യം അറിയിച്ചത്. 2022 നവംബറിലാണ് അന്താരാഷ്ട്ര സംരക്ഷണ അപേക്ഷകൾ അതിവേഗത്തിൽ തീരുമാനമെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ത്വരിതഗതിയിൽ തീരുമാനമെടുക്കുന്ന പ്രക്രിയ സർക്കാർ അവതരിപ്പിച്ചത്. കിഴക്കൻ ലണ്ടനിൽ 30 വയസ്സുകാരനായ സിഖ് വംശജനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ 3 സ്ത്രീകൾ ഉൾപ്പെടെ 5 പേരെ മെട്രോപൊളിറ്റൻ പോലീസ് അറസ്റ്റ് ചെയ്തു. കിഴക്കൻ ലണ്ടനിലെ ഇൻഫോർഡിൽ ബെൽബ്രിഡ്ജ് റോഡിൽ റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ വെച്ച് ജൂലൈ 23-നാണ് ഗുർമീത് സിംഗ് കൊല്ലപ്പെട്ടതെന്നും മെട്രോപൊളിറ്റൻ പോലീസ് വ്യക്തമാക്കി. ഒന്നിലധികം തവണ കുത്തേറ്റ സിംഗിന് എമർജൻസി മെഡിക്കൽ സംഘമെത്തിയ അടിയന്തര ചികിത്സ നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇടതു തുടയിൽ ഗുരുതരമായി കുത്തേറ്റതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിൽ 27-കാരനായ അമർദീപ് സിംഗിനെ പോലീസ് സംഭവ ദിവസം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. ജനുവരി 5-ന് വിചാരണ തുടങ്ങുന്നത് വരെ ഇയാൾ പോലീസ് കസ്റ്റഡിയിൽ തുടരും. അന്വേഷണം പുരോഗമിക്കുകയാണ്. 2025 പ്രത്യാശയുടെ ജൂബിലി വർഷത്തോടനുബന്ധിച്ച് വത്തിക്കാനിൽ നടക്കുന്ന യുവജന ജൂബിലി ആഘോഷങ്ങൾക്ക് സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ തുടക്കമായി. ജൂബിലി ആഘോഷങ്ങളുടെ മുഖ്യ സംഘാടകനും സുവിശേഷവൽക്കരണത്തിനായുള്ള പാസ്റ്ററുടെ പ്രീഫെക്റ്റുമായ ആർച്ച് ബിഷപ്പ് റിനോ ഫിസിലയുടെ മുഖ്യ കാർമ്മികത്തിൽ നടന്ന ദിവ്യബലിയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. റോമിലെ ടെറ്റർ വേഗാത്ത യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ഓഗസ്റ്റ് 2-ന് മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ നിശാജാഗരണ പ്രാർത്ഥനയും 3-ന് കുർബാനയും നടക്കും. ഇനിയൊരു ഇടവേള. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey.